ജീവിതത്തിൽ തോറ്റുപോയി എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എന്തിനങ്ങനെ ചിന്തിക്കണേ? നമ്മൾ റബ്ബുൽ ആലമീനായ തമ്പുരാൻ്റെ അടിമകളല്ലേ. നമ്മൾ തോൽക്കാൻ പടച്ചവൻ അങ്ങനെ സമ്മതിക്കോ? അതുകൊണ്ട് അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനോഹരമായൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. ഒരു ദുആ. ഡെയിലി 5 നേരം, ഏതൊക്കെ നേരം നമ്മൾ പറയൂ കേട്ടോ. 5 നേരം ഈ ദിക്റൊന്ന് ചൊല്ലിയാൽ 1 സെക്കൻഡ് വേണ്ട, 1 മിനിറ്റ് അല്ല, 1 സെക്കൻഡ് വേണ്ട ഈ ദിക്ർ ചൊല്ലി തീർക്കാൻ. അത്ര സിമ്പിളായ ഒരു ദുആയാണത്. ചൊല്ലിക്കഴിഞ്ഞാലേ ആ സമയത്ത് പ്രത്യേകമായ നിമിഷത്തിൽ അത് ചൊല്ലിയാൽ അള്ളാഹു അങ്ങ് ഏറ്റെടുക്കുന്നേ. നിങ്ങൾ ഏത് ഘട്ടങ്ങളിലാണ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്? കുടുംബ വിഷയത്തിലാണോ? കച്ചവടത്തിലാണോ? അതുപോലെ സ്ഥാപനത്തിലാണോ? അല്ലെങ്കിൽ പഠനത്തിലാണോ? എവിടെയാണോ നിങ്ങൾക്ക് തോൽവി സംഭവിച്ചത്? പടച്ചോ നിങ്ങളങ്ങ് പൊക്കിയെടുത്ത് വിജയത്തിലേക്ക് എത്തിക്കും. ഇനി ഞാൻ തോറ്റു എന്നുള്ള വർത്താനം നിങ്ങളിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഏതാണ് ആ ദുആ, ഏതൊക്കെയാണ് 5 സമയങ്ങൾ, എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊന്നും നമുക്ക് പഠിക്കണ്ടേ? റെഡിയല്ലേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. ഉത്തരം കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഈ സ്വബാഹുൽ ഖൈറിലൂടെ ഓരോ ദിവസവും എത്രയെത്ര അത്ഭുതങ്ങളാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു അതുപോലെ ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് അത്തരം അത്ഭുതങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ ചിരിയൊക്കെ ഒന്ന് വിടരട്ടെ. ചിരിച്ചോ എല്ലാവരും? ചിരിച്ചോ. എത്ര വലിയ സങ്കടത്തിലാണെങ്കിലും എൻ്റെ റബ്ബ് തന്ന സങ്കടമാണെന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് ചിരിച്ചേ. എൻ്റെ കെട്ടിയോൻ തന്ന മാല, എൻ്റെ കെട്ടിയോൻ തന്ന ചുംബനം, ഇതിനൊക്കെ ഒരു പ്രത്യേക വൈബ് നമുക്കില്ലേ? ഒരു പ്രത്യേക ഒരു സ്നേഹം. എൻ്റെ പടച്ചോൻ എന്ത് തന്നാലും, അത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും രോഗമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ഒക്കെ അതെനിക്കിഷ്ടമാണ്. അൽഹംദുലില്ലാ. ഇന്ന് ചിരിച്ചോണ്ട് അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോഴേ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങോട്ട് ഞാൻ പറയുന്നതിന് മുമ്പ് നമ്മളിന്ന് പറഞ്ഞ വിഷയം അല്ലേ, അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ദുആ കേൾക്കാനായി കാത്തിരിക്കുന്നവനാണ് അല്ലേ. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് നമ്മുടെ ദുആ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദുആകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഉത്തരം തരാൻ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളെ പ്രത്യേകമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ ചോദിച്ചാൽ, ഇഖ്ലാസോടെ ചോദിച്ചാൽ ദുആയിന് ഉത്തരം ഉറപ്പാണ്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്. അത്തരമൊരു സന്ദർഭത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അത് ഏതാണെന്നറിയോ? ആ സമയത്ത് ഈ ദുആ നിങ്ങൾ ചൊല്ലണം. അപ്പോൾ ഏതാണ് ആ സമയം? അത് ബാങ്ക് വിളിക്കുന്ന സമയമാണ്. ബാങ്ക് വിളിക്കുന്നതിന് മുൻപോ ശേഷമോ ഒന്നുമല്ല, ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ദുആ ചൊല്ലണം. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവില്ല. നമുക്കൊന്ന് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ബാങ്ക് വിളിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണ്. സുബ്ഹിയുടെ ബാങ്ക് കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ, ആകാശ കവാടങ്ങൾ ഇങ്ങനെ തുറക്കും. സുബ്ഹ്, ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശ അല്ലേ, മനോഹരമായി അള്ളാഹു റബ്ബുൽ ആലമീൻ ആകാശ കവാടങ്ങൾ അവൻ്റെ മലക്കുകൾ ഇങ്ങനെ തുറക്കുന്ന നിമിഷമാണ്. അപ്പോൾ ഈ ബാങ്കിനിടയിൽ നിങ്ങളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏത് മേഖലയിലാണോ തോറ്റിരിക്കുന്നത്, ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുള്ളത്? കുടുംബ വിഷയത്തിലാണോ? ചിലർ ചോദിക്കാറുണ്ട്, ഉസ്താദേ ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ ആകപ്പാടെ തകർന്നു പോവാൻ, തകർച്ചയിലാണ്, പലരും ഞങ്ങളെ തോൽപ്പിച്ചു ഉസ്താദേ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ വിജയിക്കാൻ? നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ വിജയിക്കാനാണെങ്കിൽ ഓക്കെ, അല്ല ജോലി വിഷയത്തിലാണ്, അല്ല കച്ചവട വിഷയത്തിലാണ്, അല്ല സ്ഥാപന വിഷയത്തിലാണ്, മക്കളുടെ വിഷയത്തിലാണ്, പഠന വിഷയത്തിലാണ്, ഏത് വിഷയത്തിലായിക്കോട്ടെ, നീ ബാങ്ക് വിളിക്കുന്നതിനിടയിൽ ഈ ദുആ ഒന്ന് കൊണ്ടുവന്നാൽ അള്ളാഹ് നിങ്ങൾ തോറ്റത് എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾ അങ്ങ് പൊക്കിയെടുക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. നമുക്കറിയാം 2 സമയത്തെ ദുആഇന് വലിയ പ്രത്യേകതയുണ്ട്, ഉത്തരം ഉറപ്പാണെന്നാണ്. ഒന്ന് മഴയുള്ള സമയത്ത്, മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താൻ. ആ മഴയാകുന്ന റഹ്മത്ത് ഇങ്ങനെ കോരിച്ചൊരിഞ്ഞ് പെയ്യുന്ന സമയത്ത് പടച്ചവനോട് മനസ്സറിഞ്ഞ് ദ്വാരുന്നാൽ ആ ദുആഇന് ഉത്തരമുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു സമയമാണ് ബാങ്ക് വിളിക്കുന്ന സമയം ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിനെ വല്ലാതെ പരിഗണിക്കണം. ബാങ്കിനെ പരിഗണിച്ചില്ലെങ്കിൽ ദുനിയാവും ആഖിറവും ഒക്കെ നഷ്ടപ്പെടും. ദുനിയാവിൽ നമ്മൾ തോൽക്കും, ആഖിറത്തിൽ എന്തായാലും പോകും, പരാജയപ്പെടും. ഈ മരണവേളയിൽ കിടന്ന് പിടയ്ക്കും, ഖബർ അദാബിലാകും, അതുപോലെ തന്നെ ബർസഖ് അദാബിലാകും, ഹശ്ർ മഹ്ശർ അദാബിലാകും, സ്വർഗം ഉണ്ടാവില്ല, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. കാരണം അള്ളാഹുവിൻ്റെ ഏറ്റവും മനോഹരമായ ഇസ്മു കൊണ്ട് തുടങ്ങി അള്ളാഹ് എന്ന ഇസ്മിൽ അവസാനിക്കുന്ന മനോഹരമായ ബാങ്ക്, അതിനെ ആദരിക്കണം. ആ സമയത്ത് ഫോണൊക്കെ മാറ്റി വെക്കണം, ആ സമയത്ത് TV ഒക്കെ ഓഫ് ചെയ്ത് വെക്കണം, ആ സമയത്ത് ഒരു മോശമായ ഒന്നിലേക്കും
ഒരു സംസാരത്തിലേക്കും പോകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ ഓതുകയാണെങ്കിൽ പോലും മടക്കി വെച്ചിട്ട് ബാങ്കിന് ജവാബ് കൊടുക്കണം. ആരെങ്കിലും ബാങ്ക് വിളിക്കുമ്പോൾ ദുന്യവിയായ സംസാരങ്ങൾ സംസാരിച്ചാൽ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, യത്ലജ്ലജു ലിസാനഹു ഇൻദൽ മൗത്ത്, മരിക്കുന്ന വേളയിൽ അവൻ്റെ നാവ് കിടന്നിങ്ങനെ പിടയ്ക്കും. അവൻ്റെ നാവ് കിടന്ന് പിടയ്ക്കും. ആ നാവ് പിടയ്ക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈമാനോടെ മരിക്കാൻ പറ്റൂല. ചില റിപ്പോർട്ടുകളിൽ നാളെ ആഖിറത്തിൽ വരുമ്പോൾ നായയുടെ മുഖമായിരിക്കും ബാങ്കിനെ അനാദരിച്ചവനെന്ന് അഇമ്മത്തുകൾ ഉദ്ധരിക്കുന്നത് കാണാം. നായയുടെ മുഖവും കൊണ്ട് നാളെ മഹ്ശറിലേക്ക് വരുന്നവൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? ഏറ്റവും മർമ്മപ്രധാനമായത് ആ ബാങ്ക് ശ്രവിക്കുക, ആ ബാങ്ക് കേൾക്കുക, അതപോടെ കേൾക്കുക, എന്നിട്ട് പരിപൂർണമായി ഉത്തരം ചെയ്യാം. ശരിക്കും നമ്മൾ പരിപൂർണമായിട്ട് ഉത്തരം ചെയ്യണില്ല. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വിഷയം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യണില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, നമ്മൾ എന്ത് പറയും? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഓക്കെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മളും പറയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നമ്മളും പറയും അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പിന്നെ ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്. ഹയ്യ അലസ്സലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ സ്വലാ, സ്വലാ എന്ന് പറഞ്ഞ് നിർത്തുന്നവരുണ്ട്. സ്വലയല്ല, സ്വലാഹ്, ഹാ തന്നെ അവിടെ. മനസ്സിലായോ? ഹയ്യ അലസ്സലാഹ്. അപ്പോൾ നമ്മൾ എന്താ മറുപടി കൊടുക്കുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് വെറുതെ അങ്ങ് ദിക്ർ മാത്രം ചൊല്ലിയാൽ പോരെ. ശരിക്കും അവിടെ നമ്മൾ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നില്ല. മഹാനായ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല കൃത്യമായി ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ഹദീസ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. ഹയ്യ അലസ്സലാ എന്ന് കേട്ടാൽ മുത്തുനബി എന്ത് പറയും? ഹയ്യ അലസ്സലാ എന്ന് മുത്തുനബിയും മടക്കും, ജവാബ് കൊടുക്കും. അപ്പോൾ മുഅദ്ദിൻ ഹയ്യ അലസ്സലാഹ്, റസൂലുള്ളാഹിയും പറയും ഹയ്യ അലസ്സലാഹ്. എന്നിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുപോലെ ഹയ്യ അൽ ഫലാഹ് എന്ന് കേട്ടാലും ഇല്ല, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തിരിച്ചു പറയും ഹയ്യ അലൽ ഫലാഹ്, എന്നിട്ട് പറയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ പരിപൂർണമായി കമാലിയത്ത് ഇങ്ങനെ തന്നെ പറയലാണ്. സാധാരണ നമ്മൾ പറഞ്ഞു വരില്ലേ, ഹയ്യ അലസ്സലാ എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഹയ്യ അലൽ ഫലാഹ് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നാൽ അതിൻ്റെ പരിപൂർണ്ണ രൂപം, അങ്ങനെ പറയുന്നത് തെറ്റാണെന്നല്ല കേട്ടോ, പരിപൂർണ്ണ രൂപം എങ്ങനെയാണ്? ഹയ്യ അലസ്സലാ എന്ന് കേൾക്കുമ്പോൾ ഹയ്യ അലസ്സലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഹയ്യ അൽ ഫലാഹ് കേൾക്കുമ്പോൾ ഹയ്യ അലൽ ഫലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കണ്ടോ? അങ്ങനെ പ്രത്യേകം പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി അങ്ങനെ പറഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ഒരു ദുആയുണ്ട്. എന്താണ് ദുആ? അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഫ്ലിഹീൻ, പടച്ചോനെ ഞങ്ങളെ നീ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏത് വിഷയത്തിലാണോ തോറ്റു നിൽക്കുന്നത്, കുടുംബ വിഷയത്തിലാണോ, മക്കളുടെ വിഷയത്തിലാണോ, ജീവിത വിഷയത്തിലാണോ, കച്ചവടത്തിലാണോ, പഠനത്തിലാണോ, സ്ഥാപന വിഷയത്തിലാണോ, അയൽപക്ക ബന്ധങ്ങളിലാണോ, ഏത് വിഷയത്തിലാണെങ്കിലും അത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഫ്ലിഹീൻ എന്ന് ആ ഘട്ടത്തിൽ ദുആ ചെയ്താൽ ദുആഇന് ഉത്തരം ഉറപ്പാണെന്ന് അള്ളാഹുവിൻ്റെ അയിമ്മത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ശേഷം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്കിന് സാധാരണ ജവാബ് കൊടുക്കുന്നത് പോലെ ബാങ്ക് കണ്ടിന്യൂ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ എന്താ ഇത്രയും നേരം പറഞ്ഞത്? സാധാരണ ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്ന ദിക്റൊക്കെ ചൊല്ലിയിട്ട് ഹയ്യ അലസ്സലാ വരുമ്പോൾ എന്ത് പറയണം? ഹയ്യ അലൽ സ്വലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹയ്യ അലൽ ഫലാഹ് വരുമ്പോൾ ഹയ്യ അലൽ ഫലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ടോ ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഫ്ലിഹീൻ, ഒരൊറ്റ തവണ പടച്ചവനെ ഞങ്ങളെ നീ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇത് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ അള്ളാഹു തോൽക്കാൻ അനുവദിക്കൂല, നിങ്ങളെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. അപ്പം ബാങ്കിനോടുള്ള ബഹുമാനം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈമാൻ നശിപ്പിച്ച് കളയുന്ന സംഗതിയാണ്. പലപ്പോഴും ബാങ്ക് വിളിക്കുന്ന സമയത്ത് TV ഓണാണെങ്കിൽ പിള്ളേരോട് നമ്മൾ പറയണത് മക്കളെ വോളിയം കുറക്ക്, ഒച്ച കുറക്കുന്നതാണ്. അപ്പോൾ അള്ളാഹ്ക്ക് കണ്ണ് കാണൂലേ, ചെവി മാത്രമേ കേൾക്കുള്ളൂ ഇല്ലേ? അതൊക്കെ വെറും മൗഢ്യമായ വിശ്വാസങ്ങളാണ്. ബാങ്ക് വിളിച്ചാൽ പിന്നെ TV ഒന്നും വേണ്ട, അവിടെ പിന്നെ ദുന്യവിയായ ഒരു കഥയും വേണ്ട. ഫോൺ വിളിക്കുകയാണെങ്കിൽ മോനതേ ബാങ്ക് വിളിക്കണം, പിന്നെ വിളിക്കാട്ടോ. ദുന്യവിയായ ഒരു സംസാരം പോലും പാടില്ല. യത്ലജ്ലജു ലിസാനഹു ഇൻദൽ മൗത്ത് എന്നാണ്. മരിക്കുന്ന സമയത്ത് നാവ് കിടന്നിങ്ങനെ പിടയ്ക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അനുവദിക്കൂല എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീനെ ബാങ്കിനെ പരിഗണിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്ന് ചെറിയൊരു ക്ലാസ്സാണ്. ഞാനിങ്ങനെ
ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ സ്വഭാവുൽ ഹൈറുമായി ബന്ധപ്പെട്ട് ചില സന്തോഷങ്ങൾ പറയാനുണ്ട്. ഞാനിങ്ങനെ ഓരോ കമൻസ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ സന്തോഷം തോന്നിയ ഒരുപാട് കമൻസ് കണ്ടു. ഒരുപാട് കമൻസ്. അതിൽ 1-2 മാത്രം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. വല്ലാത്തൊരു സന്തോഷം തോന്നി. ഈ സ്വഭാവുൽ ഹൈർ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം പലർക്കുണ്ടായ മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ. ഇത് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുമ്പോൾ എൻ്റെ ലൈഫിൽ പോലും മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ട് എന്നാണ്. കാരണം നമ്മൾ തുടങ്ങുന്നത് അള്ളാഹനെ സ്തുതിച്ചുകൊണ്ടല്ലേ. നിങ്ങൾ ഒരു കമൻറ്റ് നോക്കിയേ. അൽഹംദുലില്ലാ ഉസ്താദെ, 4 വർഷമായി രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. സ്വഭാവുൽ ഹൈറിൽ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ട്. ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇന്ന് ഞാൻ 1 മാസം ഗർഭിണിയാണ്. അൽഹംദുലില്ലാ ദുആയിൽ ഉൾപ്പെടുത്തണേ ഉസ്താദെ എന്നാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല സ്വാലിഹായ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മക്കളില്ലാതെ വേദനിക്കുന്ന ഒരുപാട് ആളുകൾ, രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ. അൽഹംദുലില്ലാ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് കമൻസ്, ഒരുപാട്. കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് ഒരു സഹോദരി അവരുടെ ഒരു സന്തോഷ വർത്തമാനം പറഞ്ഞു. അത് പബ്ലിക്കായി പറയാൻ പറ്റാത്ത സംഗതിയാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷം അവർക്ക് സ്വഭാവുൽ ഹൈറിൽ ഹംദ് പറഞ്ഞതുകൊണ്ട് നടന്നു എന്നുള്ളൊരു സന്തോഷ വർത്താനം പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു ഒരുപാട് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതുപോലെ മറ്റൊരു കമൻറ്റ് നിങ്ങൾ നോക്കി. അൽഹംദുലില്ലാ, ഞാൻ എഴുതിയെടുത്തു ഉസ്താദെ, സ്വഭാവുൽ ഹൈർ എന്ന് പേരിട്ട് ഞാനൊരു നോട്ട് ബുക്കിൽ എല്ലാ പോയിൻസും ദുആകളും എഴുതി വെക്കുന്നു. അതിൻ്റെ ഹൈറും ബറക്കത്തും ഉസ്താദിനും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാ, ഈ ദുആയല്ലേ നമ്മുടെയൊക്കെ ബലം. കഴിഞ്ഞ ആഴ്ചയും ഞാനിതുപോലെ ഉറക്കത്തിൽപ്പെട്ടിട്ട് ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. അൽഹംദുലില്ലാ അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടെ നിന്നൊക്കെ പുഷ്പം പോലെ അങ്ങ് പൊക്കിയെടുത്തു. അതിൻ്റെ കാരണം നിങ്ങളുടെയൊക്കെ ദുആയാണ്, ഈ ഹംദിൻ്റെ ഫലമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവർക്കും അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഈ സ്വഭാവുൽ ഹൈർ എന്ന് പറയുന്ന സദസ്സ് നമ്മുടെ ലൈഫിൽ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും ഒരു ദിവസം പോലും അത് മുടക്കാതെ ലൈഫ് ലോങ് അത് കൊണ്ടുപോകണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ. പിന്നെ നമ്മുടെ ഈ റസാ വ്ളോഗ്സ് എന്ന് പറയുന്ന പുതിയ ചാനലാട്ടോ, ഇത് പഴയ ചാനലല്ല, പലർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ഈ സ്വഭാവുൽ ഹൈർ കാണുന്ന പകുതിയോളം ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് കേൾക്കുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വഭാവുൽ ഹൈറിൻ്റെ അഹ്ലുകാരിൽ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? സയ്യിദു സുഹദാ, പ്രപഞ്ച പരിത്യാഗികളുടെ നേതാവെന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മഹാനായ സയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. അവിടുത്തെ മദദ് തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം, 1000 രൂപ സമ്മാനത്തിനുള്ള ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ഒരു സ്വഹാബി, മുത്തുനബിയുടെ കുടുംബക്കാരനും കൂടെ കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയെ മദ്ഹ് ചെയ്തോട്ടെ, അതായത് ഞാൻ അങ്ങയെ മൗലിദ് ചൊല്ലിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ള പറയുന്നത് എന്താ? നഅം, അത് ചൊല്ലുന്ന കാലം അത്രയും നിങ്ങളുടെ വായക്കൊരു രോഗവും അല്ല തരില്ല എന്നാണ്. ആ മൗലിദ് ഓതുന്ന കാലം അത്രയും നിങ്ങളുടെ വായക്കൊരു രോഗം അല്ല തരില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ അനുവാദം കൊടുത്ത സ്വഹാബിയുടെ പേരെന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്യണം. മാത്രമല്ല ഈ വീഡിയോസ് എല്ലാ ദിവസവും നിർബന്ധമായിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നിമിത്തം ഒരു ഇൽമ് മറ്റൊരാൾ പഠിച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്കല്ലേ അത് ആദ്യം വന്ന് വീഴുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് സ്വീകരിക്കണയല്ല. നീ ബഹുമാനിച്ചതിനെയെല്ലാം ബഹുമാനിക്കാൻ തൗഫീക്ക് നൽകണയല്ല. മുത്തായ തങ്ങളുടെ തിരുനോട്ടം നൽകണയല്ല. ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുറാദുകൾ ഹാസുലാക്കണയല്ല. സങ്കടങ്ങൾ അകറ്റണയല്ല. മക്കളെ നന്നാക്കണയല്ല. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഇണകളെ നന്നാക്കണയല്ല. കടങ്ങൾ ഏറ്റെടുക്കണയല്ല. ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കണയല്ല. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ നീ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.